ഞാനപ്പോൾ ഇപ്പോൾ ടാക്സിയിലാണ്. അപ്പം നിങ്ങൾ ഓർക്കണ്ട ഞാൻ എങ്ങടെ പോണേന്ന് വെച്ചാൽ ഇന്നത്തെ ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റിൽ പോവാണ്. നമ്മുടെ പാത്തക്കൊട്ടന്മാർക്ക് കുറച്ച് ഫുഡ് വാങ്ങിക്കണം. ഞാൻ അവർക്ക് തവിട കൊടുത്തില്ല, അതിൻ്റെ കൂടെ കുറച്ച് ചോളം കൂടി വാങ്ങണം. അപ്പം ചോളം വാങ്ങിക്കണം. രണ്ടാമത് നമ്മൾ ഡോളറിന് ചെന്ന് കുറച്ച് ഫുഡ് വാങ്ങിക്കണം. പിന്നെ സൺഡേ അല്ലേ, അപ്പം പിന്നെ വീട്ടിലിരുന്നിരുന്ന് എത്ര നേരം അങ്ങനെ കുത്തിയിരിക്കണേ, ഒറ്റയ്ക്ക് ഭ്രാന്തായി. അപ്പം ഞാൻ ഓർത്തു സൺഡേ ആകുമ്പോൾ മാർക്കറ്റിൽ തിരക്കുണ്ടാകും. പിന്നെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ചിലപ്പോൾ മിക്കവാറും സൺഡേ വന്നു കഴിഞ്ഞാൽ ആരെയൊക്കെ കാണാറുണ്ട്. നേരത്തെ ഇവിടെ ജോലി ചെയ്തിരുന്നതുകൊണ്ട് അവർക്കൊക്കെ ഓഫ് ഡേ ആയതുകൊണ്ട് സൺഡേ മാർക്കറ്റിലൊക്കെ വന്നു കഴിയുമ്പോൾ മീറ്റ് ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഓർത്ത് ഒന്നൊന്ന് ഇറങ്ങിയേക്കാം പുറത്തേക്ക് എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ മാർക്കറ്റ്. ഞാനൊന്ന് അവിടെ എത്തിക്കോട്ടെ. ഞാനിപ്പോൾ ടാക്സിയിലാണ്. ഞാൻ പോണ വഴിക്ക് കുറച്ച് ഇതിൻ്റെയൊക്കെ റോഡിൻ്റെയൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ സിറ്റി. അതുകൊണ്ട് എല്ലാം നല്ല അത്യാവശ്യം നല്ല വീഡിയോ വയ്ക്കുന്നത്. കാർ വാഷ് ഇതാണ്. ഇതൊരു ഓപ്പൺ ഏരിയ. ഇവിടെ പണ്ട് ഇത് ഒരു ബസ് സ്റ്റാൻഡായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞങ്ങളുണ്ടായിരുന്ന സമയത്ത് ലോക്കൽ ബസ്സൊക്കെ ഇവിടെയായിരുന്നു. ഇതൊരു ഇതുപോലത്തെ ബിൽഡിങ്സ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇവിടെ. റഷ്യക്കാരുടെ കാലത്തുള്ള സമയത്തുള്ള ബിൽഡിങ്സ് ഇങ്ങനെ നാശിച്ച് കിടക്കണേ. ഇവിടെയാണ് ടിബ്ലിസി ബസ്. ഇവിടെ നിന്നാണ് ടിബ്ലിസിയിലേക്കുള്ള ബസ് പോകുന്നത്. ഇതാണ് ബസ് സ്റ്റാൻഡ് നമ്മുടെ. പിന്നെ ഇത് കുറേ ലോക്കൽ ഷോപ്പുകൾ. പിന്നെ ഞാൻ വേറെ കാര്യം കാണിച്ചു തരാം. കാണാൻ പറ്റുമെന്ന് അറിയില്ല നിങ്ങൾക്ക്. അതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. വീണ്ടും എൻ്റെ വീഡിയോ എടുത്തൊക്കെ കണക്കാണ്. ഇപ്പം പഠിച്ച് ശരിയായി വരണേ ഉള്ളൂ. ഇതൊക്കെ ജോയൊക്കെ അല്ലേ എടുത്തിരുന്നത്. ഉണ്ടായത് നമ്മുടെ ഇവിടുത്തെ റിയോണി റിവറാണ്. അതിൻ്റെ സൈഡിൽ കൂടി കാണാനാണ് മാർക്കറ്റ്. പക്ഷെ ഞാനിപ്പോൾ അവിടെ ഇറങ്ങുന്നില്ല. ഞാൻ ഇത്തിരി അകത്തേക്ക് കൊണ്ടേ വിടാനാണ് പറഞ്ഞിരിക്കണത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. അപ്പം അവിടെ നിന്ന് വാങ്ങി ഇങ്ങ് നടന്ന് വരാമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അകത്തേക്ക് കൊണ്ടേ വിടാൻ പറഞ്ഞു. ഇത് ഇവിടുത്തെ ലോക്കൽ ബസ്സൊക്കെ ഇവിടെയാണ്. ഇത് കണ്ടോ, ബസ് സ്റ്റേഷൻ. ഇവിടുത്തെ ലോക്കൽ ബസ്സൊക്കെയുള്ള സ്റ്റേഷനാണിത്. ഇങ്ങനെ ഇവിടുത്തെ ഫ്രഷ് ചിക്കൻ ഷോപ്പ്. ഇവിടുത്തെ ഇത് ഹാർഡ്വെയർ ഷോപ്പുകളാട്ടോ. ഈ സ്ട്രീറ്റ് മുഴുവൻ ഹാർഡ്വെയർ ഷോപ്പുകളും കാര്യങ്ങളുമാണ് ഫുള്ള്. ഞാൻ നടക്കുമ്പോൾ കാണിച്ചു തരാം കൂടുതൽ. നമ്മൾ മാർക്കറ്റ് ഇവിടെ ഇറങ്ങി, ടാക്സിയിൽ നിന്ന് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുവാണ്. ഞാൻ കാണിച്ചു തരാവേ. ഞാൻ ക്യാമറ തിരിക്കാം. ഞാൻ നടന്നുകൊണ്ടിരിക്കുവാണ്. ഇതാണ് നമ്മുടെ ചെറിയൊരു മാർക്കറ്റ് ഏരിയ. മനസ്സിലായോ? ഇതിൽ കൂടി ഞാൻ നടന്ന് നമുക്കപ്പുറത്ത് ഒരു ബാങ്കിൻ്റെ ഒരു ഇതുണ്ട്, അങ്ങോട്ട് പോകണം. അപ്പം അവിടെ ചെന്നിട്ട് കാരണം മാർക്കറ്റിൽ ഇവർ ഈ ലോക്കൽ മാർക്കറ്റ് ആയതുകൊണ്ട് ഇതെടുക്കത്തില്ല, പൈസ എടുക്കില്ല. അവർ ഇതേ എടുക്കുകയുള്ളൂ. കാർഡ് എടുക്കില്ല, പൈസ എടുക്കുകയുള്ളൂ. അപ്പം നമുക്ക് കുറച്ച് പൈസ എടുക്കണം. നോക്കിയേ, ടാക്സി ടെസ്ല. എല്ലാവരും പറയും ജോർജിയ പാവപ്പെട്ട കൺട്രിയാന്ന്. എങ്ങനെയുണ്ട്? ടെസ്ല ടാക്സി ആയിട്ട് ഓടറേ. ഇത് അതിൻ്റെ ഇടയിലുള്ള ഇടവഴിയാണ്. ഇത് ബ്രെഡ് ഉണ്ടാക്കുന്ന ഒരു ഷോപ്പാണ്. ഇവർക്ക് ബ്രെഡ് മസ്റ്റാണല്ലോ. അപ്പം ഇത്തിരി സ്പീഡ് കൂടുതലാണോ എന്ന് അറിയില്ല. എനിക്കൊരു റോട്ടിൽ കൂടി ഞാനങ്ങനെ എടുത്ത് ശീലിച്ചല്ല. മീൻസ് എത്രയും തിരക്കുള്ള സമയത്തെ. അപ്പം അതുകൊണ്ട് അതിൻ്റേതായൊരു ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും മാക്സിമം നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് പുറത്ത് വന്ന് ഇവിടെയൊക്കെ ഷോപ്സ്. അപ്പം സൺഡേ ആയതുകൊണ്ട് ആൾക്കാരിങ്ങനെ പതുക്കെ എഴുന്നേറ്റ്, പൊതുവെ മടിയന്മാരാണ് രാവിലെ എന്നൊക്കെ. സൺഡേ ഹോളിഡേയും കൂടിയല്ലേ. പൊതുവെ ഇങ്ങനെ എഴുന്നേറ്റ് വരണതേ ഉള്ളൂ ആൾക്കാർ. അതുകൊണ്ട് തിരക്കായിട്ടില്ല. ഈ മാർക്കറ്റിൽ എന്താ അവസ്ഥയെന്ന് അറിയില്ല. ചെന്ന് നോക്കിയാലേ അറിയുള്ളൂ മാർക്കറ്റിൽ തിരക്കുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം. എങ്ങനെയുണ്ട് നമ്മുടെ സിറ്റുവേഷൻ? നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടില്ല. അറിയാമല്ലോ, മുനിസിപ്പാലിറ്റിക്കാർ എന്നും വന്ന് അടിച്ച് വാരി വൃത്തിയാക്കിയിട്ട് പോകുന്നത് കൊണ്ട് നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരു ഇലയോ പച്ചിലയോ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല ഇവിടെ. പച്ചിലയുണ്ട്, മീൻസ് ഇപ്പം അല്ലാണ്ട് പട്ടികൾ എന്തോരം സ്ട്രീറ്റ് ഡോഗ്സ് അങ്ങനെ നല്ല നല്ല പട്ടികളല്ലേ നോക്കിയേ. ഇതുണ്ട മുനിസിപ്പാലിറ്റിക്കാരെ അടിച്ചു കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി ആരെങ്കിലും വന്നിട്ട് മുനിസിപ്പാലിറ്റിയിൽ തന്നെ വണ്ടി വന്നിട്ട് അത് അടിച്ച് വാരി എടുത്തുകൊണ്ട് പോകും. അപ്പം നമ്മളിനി ബാങ്കിലേക്ക് കയറാൻ പോവുകയാണേ. ഒരമ്മൂമ്മ ATM-ൻ്റെ മുമ്പിൽ വെച്ചിട്ട് ചെറുനാരങ്ങയൊക്കെ കൊണ്ട് വെച്ചിട്ട് വാങ്ങിക്കാൻ പറഞ്ഞു. നമുക്ക് ആവശ്യത്തിൽ കൂടി ചെറുനാരങ്ങ ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. കാരണം ഞാൻ ഓൾറെഡി ഇഷ്ടം പോലെ ഉണ്ട്. ഈ സൺഡേ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പറിച്ച് വെച്ചിട്ട് അവർ വിൽക്കാൻ വെച്ചേക്കണതാണേ. അപ്പോൾ അതുകൊണ്ട് കാണാമോ, ഇതാണ് നമ്മുടെ ഗവൺമെൻറ് ഓഫീസ്. പുറയിൽ കാണുന്നത് എൻ്റെ വേണ്ട.
എന്തെങ്കിലും വിസയുടെ കാര്യം എന്തെങ്കിലുമൊക്കെ വരണമെങ്കിൽ ഇവിടെയാണ് നമ്മൾ വരേണ്ടത്. അത് ഇവിടെ എല്ലാ സിറ്റികളിലും ഉണ്ട് ഗവൺമെൻറ് ഓഫീസ് ഓരോ സ്ഥലത്തും. പിന്നെ ഞാൻ ക്യാമറ വന്നിരിക്കട്ടെ. തിയേറ്ററല്ല, സിനിമ തിയേറ്ററല്ല, ഇത് ഈ പ്ലേ ഒക്കെ നടക്കുന്ന തിയേറ്റർ. അതിപ്പോൾ പൂട്ടി കിടക്കുവാണ്, ഇപ്പോൾ അതൊന്നുമില്ല ഇവിടെ. പിന്നെ ഉണ്ടല്ലോ ഇവിടുത്തെ ഷോപ്പ്. അത് സൺഡേ ആയതുകൊണ്ട് ഓൾറെഡി മൊബൈൽ ഷോപ്പ് അതൊക്കെയാണ് ഓരോന്നൊക്കെ അടഞ്ഞു കിടക്കുവാണ് സൺഡേ ആയതുകൊണ്ട്. ഒന്നും ഓപ്പണല്ല. കണ്ണടക്കട എല്ലാം തന്നെ ഉണ്ട്. ചെറിയ സിറ്റി ആണെങ്കിലും എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. മനസ്സിലായോ? കുഞ്ഞു സിറ്റി ആണെന്ന് മാത്രമേ ഉള്ളൂ എക്സ്ചേഞ്ച്. ഞാൻ എപ്പോഴും പറയില്ലേ കസ്റ്റമേഴ്സ് വിളിക്കുമ്പോൾ നമ്മുടെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അതിന് ഒരു കുറവുമില്ല, നിറയെ എക്സ്ചേഞ്ചുകളുണ്ട്. പിന്നെ ഇതൊരു ടോയ് ഷോപ്പ്. കണ്ട വീണ്ടും അടുത്ത എക്സ്ചേഞ്ച് കാണണം കേട്ടോ. അത് ഉണ്ട് അപ്പുറത്ത് റോഡ് സൈഡിൻ്റെ അപ്പുറത്തൊരു എക്സ്ചേഞ്ച്. ഇവിടെ ഒരേ ഒരു സ്റ്റുഡിയോ ഉള്ളത് ഇതാണ് ഫോട്ടോ എടുക്കാനായിട്ട്. അതിൻ്റെ മുകളിൽ കണ്ടോ ഒരു എക്സ്ചേഞ്ച് കണ്ടോ നിങ്ങൾ. പിന്നെ മെഡിക്കൽ ഷോപ്പുകൾ. സൺഡേ ആയതുകൊണ്ട് ആരുമില്ല. ഇത് എക്സ്ചേഞ്ച് വീണ്ടും. പിന്നെ ഇത് ക്ലീൻ ഹൗസ്. ഈ ക്ലീൻ ചെയ്യണ സാധനങ്ങളൊക്കെ വാങ്ങിക്കണ സ്ഥലം. ഇത് സ്പാറ്. അങ്ങനെ കുറേ ഒത്തിരി കടകളുണ്ട്. പക്ഷെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ആരും ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഒരു ബാങ്കാണ്, ഇത് പ്രൈവറ്റ് ബാങ്കാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് വീണ്ടും ഒരു എക്സ്ചേഞ്ച് ഉണ്ടോ നിങ്ങൾ. അതാണ് ഇവിടുത്തെ അവസ്ഥ. വീണ്ടും ഒരു എക്സ്ചേഞ്ച്. അങ്ങനെ ഉണ്ടോ. പക്ഷെ ഇന്ന് സുഖമുണ്ട്, അത്രയധികം തിരക്കില്ല. എന്താ ഇന്ന് ഞായറാഴ്ച ആയിട്ട് പൊതുവെ തിരക്കില്ലാത്ത എന്താണെന്നറിയില്ല. എന്താണേലും നമുക്ക് മാർക്കറ്റിനകത്തേക്ക് കയറി നോക്കാം കേട്ടോ. വീണ്ടും എക്സ്ചേഞ്ച് വേണ്ട കാണാമെന്ന് പറയാൻ പാടില്ല നിങ്ങൾ. രണ്ടാമത് ഇതിൻ്റെ അപ്പുറത്ത് ഈ ടർക്കികളാണ്. ഈ ഇങ്ങനത്തെ തുണികൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വിൽക്കുന്നത്. ടർക്കികൾ ആണ്. അവർ ടർക്കിയിൽ നിന്ന് വന്നിട്ടാണ് വിൽക്കുന്നത്. അവർ ഇത് കണ്ട ചെടികൾ കാണിച്ചേക്കണം. നല്ല പൂക്കളുള്ള ചെടികൾ. ഈ സമയത്താണല്ലോ ചെടിയൊക്കെ നടന്നത്. ഞാനൊരു മണി പ്ലാന്റ് സാധനം കിട്ടാറുണ്ട് ഇവിടെ. മണി പ്ലാന്റ് കിട്ടുമെന്ന് നോക്കാനായിട്ട് വന്നതാണ്. ക്യാക്ടസ് ഉണ്ട് ഇഷ്ടമുള്ള. ലോക്കൽ ഷോപ്പാണ് ഇവിടെ. ഫ്രൂട്ട്സ് സ്ട്രോബെറിയൊക്കെ ഇഷ്ടംപോലെ വന്നു തുടങ്ങി. സ്ട്രോബെറി വില കൂടുതൽ 10-6 കിലോ. എനിക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഇതുകൊണ്ട് ഞാൻ ഒതുക്കി പിടിച്ച ഷൂട്ട് ചെയ്യണേ. കടകളൊക്കെ തുറന്ന് വരണേ ഉള്ളൂ. മണി 11 ആയപ്പോഴേക്കും. ഞാൻ നേരത്തെ ആയോ എന്നൊരു ഡൗട്ട്. കാരണം ആൾക്കാരൊക്കെ വന്ന് പതുക്കെ ഇതുണ്ടത് ടർക്കികളാണ് കൊണ്ടുവന്നിട്ട് ഈ തുണികളൊക്കെ ടർക്കിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് വിൽക്കണത്. സ്ട്രോബെറി പച്ചക്കറി കടയിൽ കയറുമ്പോൾ കുറച്ച് വാങ്ങിക്കാം. എല്ലാവരും സ്ട്രോബെറി വാങ്ങിക്കാം. ഞാനിപ്പോൾ ഈ മിൽക്ക് ഷേക്ക് കഴിക്കാനും ചൂടായി തുടങ്ങിയില്ലേ, അതിന് വേണ്ടിയിട്ട്. ഇതെല്ലാം ലോക്കൽ ഷോപ്പുകളാണ്. ഇവിടെ ഇല്ല ചെടി. ഞാൻ മാർക്കറ്റിനകത്തേക്ക് ഇത് അപ്പുറത്തെ സൈഡിൽ വേറൊരു മാർക്കറ്റ് ഉണ്ട്, മെയിൻ മാർക്കറ്റ്. അങ്ങോട്ട് ഞാൻ കയറുമ്പോൾ ഞാൻ എനിക്ക് കാണിച്ചു തരാവേ. ഇത് അടുത്ത എക്സ്ചേഞ്ച്. ഞാൻ എക്സ്ചേഞ്ചുകൾ ഒരു ക്ഷാമമില്ലാത്ത സ്ഥലമാണ് ഇവിടെ എക്സ്ചേഞ്ചിൽ. ഇടവഴി കൂടി കയറി നോക്കാം, അപ്പുറത്തേക്ക് കടക്കാൻ നോക്കാം. എങ്ങനെയെങ്കിലും അത് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് സിമിട്രിയിലൊക്കെ കൊണ്ട് വയ്ക്കാനായിട്ടാണ് കൂടുതൽ അത് യൂസ് ചെയ്യണം ഇവിടെയുള്ളവർ. അപ്പോൾ അതവിടെ ഇരുന്നോളൂ. കട, ചെരുപ്പ് കടകൾ. ഇതിൻ്റെ ഇടയിലേക്ക് കയറിയതാണ്. കാണാമോ നിങ്ങൾക്ക്? ഇവിടുത്തെ ലോക്കൽ ഷോപ്പുകളാണ്. ഫ്രൂട്ട്സ് എല്ലാം ബ്രാൻഡഡൊന്നുമല്ല. അങ്ങനെ ഒരു സീസണിൽ നിൽക്കും ഇവിടെയുള്ളവർ. ഒരു സീസണിലേക്ക് ഒരു സംഭവം യൂസ് ചെയ്യുള്ളൂ. ഒരു സീസണിലേക്ക് നല്ലതാണിത്. വേണ്ട തുണിക്കടകൾ. ഇപ്പോൾ സ്കൂൾ വിട്ടാറായില്ലേ, ഇപ്പോൾ ഫുട്ബോൾ സാധനങ്ങളൊക്കെ വന്നു തുടങ്ങി. ഇപ്പോൾ സമ്മറിൻ്റെ ഡ്രസ്സസാണ്, സമ്മറിൻ്റെ ക്ലോത്ത്സും. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ബീച്ച് വെയറും ബീച്ചിൻ്റെ സാധനങ്ങളൊക്കെ വന്നു തുടങ്ങും ഇവിടെ. ഈ കട ഞാൻ എപ്പോഴും വന്ന് പറയാം. കാരണം ഇവിടെ തുണി വാങ്ങിക്കാനും ക്രോഷ സാധനങ്ങൾ വാങ്ങിക്കാനും ഒക്കെ.
എങ്ങനെ നിങ്ങൾ കാണുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. വേണ്ട. ആ ഇവിടെ ഉണ്ട്. ഞാൻ ഒരു സാധനം ഇവിടെ ഉണ്ട്. ഒരു മിനിറ്റ്. ഇത് എന്നിട്ട് എനിക്ക് പറയാനുള്ള സാധനം ഞായറാഴ്ച ഞാൻ പൊതുവെ വരാത്ത ഇവിടുത്തെ തിരക്ക് കാരണം ഇന്നെന്താ ഞായറാഴ്ച അല്ല പബ്ലിക് ഹോളിഡേ ആണോ നാളെ നമ്മൾ ഇതൊന്നും ഇപ്പം അന്വേഷിക്കാറില്ലല്ലോ. പണ്ട് ജോലിക്ക് വരുന്നപ്പോഴല്ലേ പബ്ലിക് ഹോളിഡേയും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്. ഇപ്പം പബ്ലിക് ഹോളിഡേയുടെ കാര്യം അന്വേഷിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് അറിയാൻ പാടില്ല. പാത്രക്കടകൾ എല്ലാം ഉണ്ട്. ഈ ലോക്കൽ മാർക്കറ്റിൽ സകല വിധ സാധനങ്ങളും ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള എല്ലാം തന്നെ ഇവിടെ കിട്ടും. വീഡിയോയുടെ ലെങ്ത് കൂടി പോകാന്നുള്ളതാണ്. വേണ്ട ചെറിയ സാധനങ്ങൾ. ഒരു മിനിറ്റ്, എനിക്ക് സാധനം വാങ്ങിക്കാണ്. ഞാനൊന്ന് കയറിയിട്ട് ഇവിടെ പറയാമല്ലോ. ഞാൻ ഒരു ടോയ്ലറ്റ് ക്ലീനിങ് ബ്രഷ് വാങ്ങാൻ കയറിയതാണ്. പുതിയ ഒരെണ്ണം വാങ്ങണമെന്ന് കുറച്ച് ദിവസമായിട്ട് വിചാരിക്കണം. അപ്പം പിന്നെ ഇന്ന് വാങ്ങിയേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്കൊരു കൊതുകുതിരി വാങ്ങിക്കണം. വൈകുന്നേരം ആകുമ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കൊതുക് വരുന്നുണ്ട്. അപ്പോൾ ഈ കൊതുകിനൊക്കെ എല്ലാം ഉണ്ട്. ഇവിടെ ഞാൻ യൂഷ്വലി കൊതുകുതിരി വാങ്ങിക്കാറ്. സകല സാധനമുണ്ട്. അപ്പം ഞാൻ ഇവിടുത്തെ മാർക്കറ്റിലെത്തി. ഇവിടെ ഈ സൈഡിൽ ഇതാണ് ശരിക്കും വെജിറ്റബിൾ മീറ്റ് മാർക്കറ്റൊക്കെ. ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇവിടെ നല്ല തിരക്കുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഉണ്ടല്ലേ ഇവിടെ വണ്ടി കൊണ്ടുവന്നാലാണ് പാട്. ചെടികളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒറ്റയ്ക്കായതുകൊണ്ട് ഈ വാങ്ങിച്ചുകൊണ്ട് വേണം പാട്. കാരണം ടാക്സിക്കാരെല്ലാവരും ചെടികളൊന്നും നമ്മുടെ ടാക്സിയിൽ കയറ്റാൻ സമ്മതിക്കത്തില്ല. അതിൻ്റെയൊക്കെയാണ് ഈ വണ്ടി ഇല്ലാത്തപ്പം നമ്മൾ വിഷമിക്കുന്നത്. സത്യം പറഞ്ഞാൽ നല്ല ഇതുണ്ട്. ചെറിയ വന്നിട്ടുണ്ട്. വില നോക്കട്ടെ. ചെറിയുടെ വില നോക്കിയിട്ട് കുറച്ച് ചെറിയ വാങ്ങിക്കാം. കാരണം ഈ ഒരു മന്തേ കിട്ടുള്ളൂ ചെറി. സമझोबा राजेश पुली 30 किलो 30 കിലോ 1 കിലോ വാങ്ങാമെന്ന് വെച്ചു. കാരണം ചെറി നല്ല ചെറിയ അടിപൊളി ചെറിയ വന്നേക്കണം. ഉണ്ടോ ആൾക്കാരും ഒന്ന് വാങ്ങിക്കാം. ഈ റോഡ് ക്രോസുകളാണ് ഒരു പണി. ചെറിയ സ്പേസ് ഉള്ളെങ്കിൽ പോലും ഡാനി വണ്ടി നമ്പർ ഉണ്ടോ? നമ്മളൊരു വണ്ടിയുടെ നമ്പർ ഡാനിന്നാണ് എടുത്ത് വെച്ചിരിക്കണേ. നമ്മുടെ പാത്ത് ഫൈൻഡറിൻ്റെ നമ്പർ ഡാനിയിലും പറഞ്ഞിട്ട് ഒരാഴ്ചയും കൂടി കഴിഞ്ഞാൽ അവൻ ഉണ്ടായിരുന്നെങ്കിൽ അവന് 18 വയസ്സാവും. എന്തൊക്കെ പ്ലാനിങ് ആയിരുന്നു. അത് പറഞ്ഞ സങ്കടം വരും. ഇത് കണ്ട ആ ചെടി, ഇതേ ബ്ലാക്ക്ബെറിയുടെ ചെടി, എല്ലാ ചെടിയും വന്നിട്ടുണ്ട്. അയ്യോ ഇതാണ് പച്ചക്കറി, വലിയ പച്ചക്കറി മാർക്കറ്റാണ്. അതിനകത്തേക്ക് ഒന്ന് കയറണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പേ നമുക്കേ നമ്മുടെ പട്ടിക്കുടുക്കന്മാർക്ക് ഇത്തിരി എല്ല് വാങ്ങിക്കണം. അത് അവിടെ ഒരു ഇറച്ചിക്കടയുണ്ട്, നല്ലൊരു അപ്പാപ്പനാണ്. ആ അപ്പാപ്പൻ്റെ അടുത്ത് പോയിട്ട് എല്ല് വാങ്ങിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. ചെടികൾ, തക്കാളി, വെണ്ടയ്ക്ക അല്ല കേട്ടോ, പയറ്, അങ്ങനത്തെ വഴുതനങ്ങ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ കൂടി നടന്നു പോകുന്നത് ഒരു വലിയ ടാസ്ക് തന്നെയാണ്. വീണ്ടും റോഡ് ക്രോസ് ചെയ്തിട്ട്, കാരണം ഇറച്ചിക്കട ഇപ്പുറത്താണ്. എന്തൊരു തിരക്കാന്ന് നോക്കിയാൽ ലോക്കൽ മാർക്കറ്റിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ശരിക്കും കാണുന്നുണ്ടോ എന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല. ഇല്ലെങ്കിൽ ഞാൻ വേറെ വീഡിയോ പിന്നെ ഒരു ദിവസം പിടിച്ചിട്ടാട്ടോ, തിരക്കില്ലാത്ത ദിവസം വന്നിട്ട്. രണ്ട് അപ്പുറത്തൊക്കെ തുണിക്കടയെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് ഷോപ്പുകളുടെ തുണിക്കടയാട്ടോ. അതും ഉണ്ട് ഇവിടെ. ഈ സൗത്ത് അമേരിക്കയിൽ നിന്നും അവിടെ നിന്ന് നിന്നൊക്കെ തന്നെ സെക്കൻഡ് ഹാൻഡ് ഷോപ്പുകളുടെ തുണിക്കടയുടെ ഷോപ്പുകളുണ്ട് കേട്ടോ, പുതിയ ഷോപ്പ് കൂടാണ്ട്. അപ്പം ഞാനിവിടെ ഇറച്ചിക്കടയിൽ കയറുവാണ്. നോക്കട്ടെ. ഞാനിവിടെ ബീഫിൻ്റെ ലിവർ കണ്ടു. അപ്പം ഞാനത് വാങ്ങാമെന്ന് വന്നപ്പോഴേ ഒരു സ്ത്രീ വന്നത് മുഴുവൻ വാങ്ങിച്ചുകൊണ്ട്. ഇവരതിന് പറയണേ കുച്ച്മാച്ചി എന്നാണ് പറയണേ. അത് ഫുള്ള് വാങ്ങിച്ചുകൊണ്ട് പോയി. അവിടെ നിന്ന് പട്ടിയുടെ എല്ല് കിട്ടി. പിന്നെ ബീഫ് എനിക്ക് അത്ര കണ്ടിട്ട് ഒരു സുഖം തോന്നിയില്ല. അപ്പം ഞാൻ ഇച്ചിരി പന്നിയിറച്ചി വാങ്ങിച്ചു. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ ലിവർ കഴിക്കണമെന്ന് കുറേ ദിവസമായിട്ട് ചെയ്യാം. അപ്പം ലിവർ ഇത് വാങ്ങാമെന്ന് വെച്ചാൽ ഇവർക്ക് അത് ഭയങ്കര പ്രഷ്യസാണ്, കൂച്ച്മാച്ചി എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് അത് കിട്ടിയില്ല. ഞാൻ കയറി ചെന്നപ്പോഴേക്കും ഒരു പെണ്ണ് അവിടെ ഉണ്ടായിരുന്നു. ആ പെണ്ണ് അത് ഫുള്ളായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയി. അപ്പോൾ എനിക്കത് കിട്ടിയില്ല. ഇനി പിന്നെ നോക്കാം, കുഴപ്പമില്ല. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി കാരണം വരുമ്പോഴേ ഞാൻ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നാടൻ കോഴികൾ ചിലപ്പോൾ ക്ലീൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അതൊന്ന് നോക്കാം. അറിയില്ല ഇന്ന് നാടൻ കോഴി ഉണ്ടെങ്കിലാണോ വേണ്ട ചീസ് കിട്ടണമെന്ന്. ചെടികളാണ് ഇന്ന് കൂടുതലും. നാടൻ കോഴി കിട്ടിയാൽ അതാ. കാരണം ഞാൻ
പൊതുവെ ബ്രോയിലർ കോഴി അത്ര പ്രിഫർ ചെയ്യാനില്ല. മത്തങ്ങ, തക്കാളി എല്ലാം ഉണ്ട്. പിന്നെ കോഴി ആരും കൊണ്ടുവന്നിട്ടില്ല. പ്ലംസ്, പച്ച പ്ലംസ്. അയ്യോ, ഇന്ന് കോഴീനെ ആരും കൊണ്ടുവന്നിട്ടില്ല. നമുക്ക് പച്ചക്കറി കടയിൽ ഒന്ന് കയറാം. കണ്ടോ പ്ലംസ് ഇരിക്കുന്നുണ്ടോ? പ്ലംസ് എല്ലായിടത്തും ഉണ്ട്. ഉപ്പിലിടാൻ എൻ്റെ പറമ്പിലുണ്ട്. പിന്നെ ഞാനെന്തിനല്ലേ വാങ്ങിക്കണത്. ഇന്ന് പച്ചക്കറി കടയിലൊന്ന് കയറട്ടെ. അതിവിടെ ഉണ്ടല്ലോ എൻ്റെ തക്കാളി. അതാണ് പച്ചക്കറി കട. എല്ലാം ഉണ്ട്. ഞാൻ ഒന്ന് വാങ്ങിക്കട്ടെ കുറച്ച്. ഇലകളുടെ സെക്ഷനെ എന്തോരം ഇലകൾ കഴിക്കും നോക്കിയവർ. നോക്കി ഉണ്ടോ നമ്മൾ കഴിക്കുന്ന പോലെ എന്തോരം ഇലകൾ. ഇതൊക്കെ പലതും എനിക്കറിയില്ല. ഞാൻ കുറച്ച് കഴിക്കാറുണ്ട്. ഇത് ബീട്രൂട്ടിൻ്റെ ചീരയാണ്. ഇത് ഞാൻ എപ്പോഴും വാങ്ങാറുണ്ട്. ബീട്രൂട്ടിൻ്റെ ചീര UGCC എന്ന് പറഞ്ഞവർ പറയും അവിടെ അവർക്ക് കിട്ടാനില്ല. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ആയിട്ട് ഞാൻ എപ്പോഴും വാങ്ങാറുണ്ടത്. ഇത് നമ്മൾ നാടൻമുട്ട വാങ്ങിക്കാൻ വരുന്നതാണ്. പിന്നെ നാടൻമുട്ട വാങ്ങിക്കാൻ വന്നതാണ്. ഇവിടെ നല്ല നാടൻമുട്ട ഈ സൺഡേ ഒക്കെ വന്നു കഴിഞ്ഞാൽ പട്ടികൾക്ക് ഞാൻ പൊതുവെ നാടൻമുട്ടയാണ് കൊടുക്കാറ്. ഇത് ചീസ് കടയും കൂടിയാണ്. ഒരു അപ്പാപ്പൻ വില്ലേജിൽ നിന്ന് കൊണ്ടുവന്ന് വെക്കുന്നതാണ്. തേനും എല്ലാം കൂടിയായിട്ട്. നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് ഞാൻ ടാക്സി വിളിക്കാൻ പോകും. ഈ സൈഡിൽ ആപ്പിൾ വെക്കുന്നുണ്ട് കുറച്ച്. ഇതിലിപ്പോൾ ഇച്ചിരി കൂടുതലാണ്. ആപ്പിൾ വാങ്ങിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഇത് കണ്ട ഞാൻ കാണിച്ചു തരാം. നമ്മൾ ചോദിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും വാങ്ങി ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇച്ചിരി ഇറച്ചിയൊക്കെ ആയിട്ട് ഇനി നമ്മൾ ടാക്സി വിളിച്ച് നേരെ വീട്ടിലേക്ക്. കണ്ട ചെടികൾ വെക്കണം. ഈ സമയത്താണ് എല്ലാവരും ചെടിയാണ്. പൂവും ചെടിയും നിറയെ ജമന്തിയും എല്ലാം ഉണ്ട്. നമ്മുടെ എല്ലാ ചെടികളും ഇവിടെ ഉണ്ട്. അപ്പൂപ്പൻ ഇതൊക്കെ വില്ലേജിൽ നിന്ന് കൊണ്ടുവന്ന് വെക്കണത്. അതിൻ്റെ അപ്പുറത്ത് പാല് വെക്കുന്നുണ്ട്. എല്ലാം ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഫുള്ള് ചീസും കാര്യങ്ങളും. ഫുള്ള് ചീസ് എല്ലാ സാധനങ്ങളുണ്ട്. ഇത് പഴയൊരു സൂപ്പർ മാർക്കറ്റായിരുന്നു. അത് പൂട്ടിപ്പോയി. യുക്രൈൻ്റെ ഒരു സൂപ്പർ മാർക്കറ്റായിരുന്നു ഇഗ്നോസാമി എന്ന് പറഞ്ഞിട്ട്. അത്യാവശ്യം ഒരുപാട് സാധനം കിട്ടുമായിരുന്നു. പക്ഷേ പെട്ടെന്ന് എന്തോ പൂട്ടിപ്പോയി. യുദ്ധം വന്നപ്പോൾ പൂട്ടിപ്പോയതാണത്. കാരണം അവരുടെ പ്രൊഡക്ട്സ് ആയിരുന്നു കൂടുതലും നമുക്കതവിടെ കിട്ടിയിരുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ലോക്കൽ മാർക്കറ്റ്. ഞാൻ തിരക്കുള്ള ഒരു ദിവസം ഇനി വരാം. ഇത് തിരക്കൊന്നും ഇതൊന്നും തിരക്കല്ല, തിരക്കില്ല എന്ന് വേണേൽ പറയാം. തിരക്കുള്ള സമയത്ത് ഞാൻ വരാം ഒരു ദിവസം. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. ഓക്കെ. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടാം. ജോ ഇട്ടിരുന്നതാണ്. ഇപ്പം ഞാൻ ഇടുന്നേ ഉള്ളൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേന് താങ്ക് യു വെരി മച്ച്. യൂട്യൂബിലും കൂടി ഒന്ന് കയറി കാണണേ. യൂട്യൂബ് മോണിറ്റൈസേഷൻ അവർ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുക. കാരണം വീഡിയോസ് ഒന്നും ഇടണില്ല എന്ന് പറഞ്ഞിട്ട് കുറേ നാളായി. ഇപ്പം ഞാൻ ഇതിലിടണത് തന്നെ വീണ്ടും അതിലേക്ക് വിടുന്നുണ്ട്. രണ്ടും കൂടിയായിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഒന്ന് എല്ലാവരും കൂടി യൂട്യൂബും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. യൂട്യൂബിൻ്റെ പേര് ജോ ഫാമിംഗ് ആൻഡ് കുക്കിംഗ് അല്ലെങ്കിൽ വേൾഡ് ഓഫ് ജോ. ഓക്കെ. അപ്പം എല്ലാം പറഞ്ഞ പോലെ. പക്ഷേ താങ്ക് യു. ഞാൻ ചീസ് വാങ്ങിക്കേണ്ടെന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ അവൻ ഒരു കഷ്ണം ചീസ് ടേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഉപ്പുള്ളതുകൊണ്ട് ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞു. ഉപ്പില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൻ സാധാരണ 7.5 രൂപയ്ക്ക് വയ്ക്കണേ. അപ്പോൾ അവൻ പറഞ്ഞു എന്താണ് നീ എന്തായാലും വാങ്ങാമെന്ന് പറഞ്ഞല്ലേ എന്നും പറഞ്ഞിട്ട് എനിക്ക് 5 രൂപയ്ക്ക് തന്നു. അപ്പോൾ ഒരു ടാക്സിക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് അവർക്ക് വരാനായിട്ട്. കാരണം ഇവിടുന്ന് വണ്ടി എടുത്തു. പക്ഷേ എനിക്ക് ഈ സാധനങ്ങളെല്ലാം കൂടി പൊക്കിയെടുത്തുകൊണ്ട് പോകണ്ടേ. അതുകൊണ്ട് ഞാൻ അവരെ വിളിച്ചത്. അല്ലെങ്കിൽ ഞാൻ മെയിൻ റോഡിലേക്ക് നടക്കുവാണ് യൂഷ്വലി ചെയ്യാറ്. എന്തായാലും വണ്ടി കയറി. ഓക്കെ. ഇതുണ്ട് വണ്ടിയിലിരുന്ന് ഞാൻ കുറച്ച് വീഡിയോസ് എടുക്കാം. ഇതുണ്ട് കാരണം എല്ലായിടത്തേക്കും ഞാൻ പോയില്ല. ഇതുണ്ട് സ്ട്രോബെറിയും ചെറിയും ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അത് രണ്ടും ഞാൻ വാങ്ങി. കാരണം അത് നല്ലതല്ല. ഈ സമയത്തേ കിട്ടുള്ളൂ. 1 മാസം കിട്ടുള്ളൂ. അതൊക്കെ ഇതൊക്കെ വില്ലേജിൽ നിന്ന് കൊണ്ടുവന്ന് വെക്കുന്ന സാധനം. കുഞ്ഞ് ആപ്പിളൊക്കെ കണ്ടോ. എല്ലാം വില്ലേജിലെ സാധനങ്ങളാണ്. ഇവിടെ ഒരു മരുന്നടിച്ച സാധനങ്ങളോ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. അതേ താറാവ് കുഞ്ഞുങ്ങളെയും കോഴിക്കുഞ്ഞിൻ്റെ ദേവേ ജോ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് മൊത്തം വാങ്ങിയേനെ. താറാവ് കുഞ്ഞുങ്ങളും കോഴിക്കുഞ്ഞുങ്ങളും താറാവും എല്ലാം. ഇതുണ്ടോ ഇത് പണിയണ ആൾക്കാർ ഇത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നേക്കട്. ചെറിയ ലോക്കൽ കുഞ്ഞൊരു ഹാർഡ്വെയർ ഷോപ്പ്. എല്ലാ സാധനങ്ങളൊക്കെ ആയിട്ട്
അതെ ഇത് വാൾനട്ട്സ് വന്നിട്ടുണ്ട്. വാൾനട്ട്സ് ഉണ്ടായി തുടങ്ങി. ഇത് കണ്ടത് ചെറി, സ്ട്രോബെറി, എല്ലാം ഉരുളക്കിഴങ്ങ് വേണ്ടത്. വീണ്ടും കോഴിക്കുഞ്ഞുങ്ങളും താറാകുഞ്ഞുങ്ങളും ഇവിടെ വലുതായ കോഴികളും എല്ലാം ഉണ്ട് ഇവിടെ. ഇത് കഴിഞ്ഞാൽ അപ്പോൾ അപ്പുറത്തെ സൈഡ് ഞാൻ കാണിച്ചാലോ പച്ചക്കറി കടകൾ. എന്താ ചെടികൾ നോക്കി, ക്രിസ്മസ് ട്രീ ഇതെല്ലാം എനിക്ക് വാങ്ങിച്ചുകൊണ്ട് പോകണമെന്നുണ്ട്. പക്ഷേ വാങ്ങാൻ ഉള്ളൊരു പ്രശ്നം. ഇത് കണ്ട മുളവടി, ഇത് തക്കാളിക്കൊക്കെ താങ്ങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, പയറിനും തക്കാളിക്കൊക്കെ. ഇതൊക്കെ ഇനി അപ്പാപ്പൻ എപ്പോഴെങ്കിലും ഫ്രീ ആണെങ്കിൽ അപ്പാപ്പൻ്റെ കൂടെ വന്നിട്ട് വാങ്ങിക്കാം. എല്ലാം വില്ലേജിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഇത് പാലും തൈരും ഒക്കെ കൊണ്ടുവന്ന് വിൽക്കണണ്ട. പശുവിൻ്റെ പാലും തൈരും ചീസ് അങ്ങനത്തെ സാധനങ്ങൾ. നമ്മൾ നേരത്തെ വന്ന് ഇറച്ചിക്കണം. ഞാൻ വന്ന് ഇറച്ചി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. വണ്ടികൾ കാരണം നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അങ്ങനെ നിറയെ വണ്ടികളാണ്, ആൾക്കാർ വന്നിട്ട്. ഇത് കണ്ട തുണിക്കടകൾ. ഇതൊന്നും സെക്കൻഡ് ഹാൻഡ് ഒന്നുമല്ല കേട്ടോ. പിന്നെ ഇത് എല്ലാം ഒന്നും സെക്കൻഡ് ഹാൻഡ് ഒന്നും. ഇവിടുത്തെ തുണികൾ സെക്കൻഡ് ഹാൻഡ് കടകളുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. വേഗം നോക്കിയാൽ ഈ സൈഡിലെ കടകളെല്ലാം സെക്കൻഡ് ഹാൻഡ് തുണിക്കടകളാണ് കൂടുതലും. മനസ്സിലായി? ഈ സൈഡിലുള്ളത് പുതിയ തുണിയുടെ കടകളാണ്. ഇത് ഇവരുടെ കിൻകാലി എന്ന് പറഞ്ഞ സ്ഥലം. നമ്മുടെ ഡംപ്ലിങ്സ്, മോമോസ് പോലത്തെ അത് ലൈവായിട്ട് ഉണ്ടാക്കി അപ്പം തന്നെ ഉണ്ടാക്കി വിൽക്കുന്ന സാധനം. നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുത്താൽ മതി. ഇതൊക്കെ ഉണ്ട് ഹഞ്ചിലാറിന്. ഇതൊക്കെ സെക്കൻഡ് ഹാൻഡ് കടകളാണ് കേട്ടോ. ഇതൊക്കെ സെക്കൻഡ് ഹാൻഡ് തുണിക്കടകളാണ്. ഇതൊക്കെ പുതിയത്. അങ്ങനെ പള്ളിയാണിത്. ഇവിടുത്തെ വലിയ പള്ളിയാണിത്. പിന്നെ പള്ളിയുടെ അവിടെ നിന്ന് തിരിഞ്ഞ് കഴിയുമ്പോൾ ഇവിടുത്തെ ഞങ്ങൾക്ക് ഒരേ ഒരു ഷോപ്പിംഗ് മോൾ ഉള്ളതാണിത്, പോട്ടി മോള്. ഒരേ ഒരു ഷോപ്പിംഗ് മോളാണ്. ഇതിനകത്താണ് നമുക്ക് ക്യാരിഫോർ ഉള്ളത്. ഇവിടെ വരാറുണ്ട് ഇടയ്ക്ക്. ഞാൻ ഇനി സിറ്റി കാണിച്ചു തരാം. ഞാൻ അങ്ങനെ ഇറങ്ങാറില്ല. ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്യും. ഇത് കണ്ട, ഇതാണ് നമ്മുടെ സ്പോട്ടി സിറ്റിയിലെ പാലം. ഞാൻ ഭയങ്കര തിരക്കാട്ടെ ഇതിനകത്തൊക്കെ. ഇവിടെ നിന്ന് കണ്ടത് റിയോണി റിവർ. പിന്നെ ഇവിടെ നിന്ന് മിക്കവാറും റൈറ്റിലേക്കായിരിക്കും. അങ്ങനെ ഇതിനാണ് ഷോർട്ട് കട്ട് നോക്കി പോകണമുണ്ട്. സിഗ്നൽ കിട്ടി. അപ്പോൾ ഇനി സിഗ്നൽ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഞാൻ പറഞ്ഞ റൈറ്റിലേക്ക് ഇരിക്കുന്നതില്ല. ഇത് ഈ പെന്തക്കോസ്ത് സഭയുടെ അവരാണ്. കാരണം അവരുടെ ഓപ്പോസിറ്റ് സൈഡിൽ അവരുടെ പള്ളിയുണ്ട്, അവരുടെ ആൾക്കാരാണത്. ഒത്തിരി സ്പീഡ് കൂടുതലാണോ എനിക്കറിയില്ല. ഒത്തിരി സ്പീഡ് കൂട്ടിയാണ് അയാൾ. ഇവിടെയൊക്കെ വൈകുന്നേരങ്ങളിൽ ഇരിക്കാൻ വേണ്ടി പണി നടക്കുവാണ്. ഇവിടെ ഇപ്പോൾ സമ്മർ ആകുമ്പോഴേക്കും ഇത് പഴയ റെസ്റ്റോറൻ്റ് ആയിട്ട് പൂട്ടിപ്പോയത്. ഇപ്പോൾ ആരും ഏറ്റെടുത്തിട്ട് വീണ്ടും അത് തുറങ്ങാനുള്ള പരിപാടിയാണ് ഇവിടെ. ഇപ്പം വിൻ്റർ കഴിഞ്ഞുകൊണ്ട് എല്ലായിടത്തും കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുവാണ്. അപ്പം അത് തന്നെ ഈ വഴിയാണ് നേരത്തെ വന്നത്, നിങ്ങൾ കണ്ടു കാണും. ആ വഴി തന്നെയാണ് വീണ്ടും. ഇതാണ് നമ്മുടെ പോട്ടി സിറ്റി. അങ്ങനെ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ എപ്പോഴെങ്കിലും, എൻ്റെ കൂടെ ആരെങ്കിലും വേണം. ലൂക്ക എപ്പോഴെങ്കിലും ഒന്ന് ഫ്രീ ആവട്ടെ, അവനെ കൊണ്ട് നടന്ന് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിടാം. അല്ലാണ്ട് വേറെ ഇപ്പോൾ ആ കൂടെ ലൂക്കയുടെ മമ്മിയൊക്കെ കാറിൽ നടക്കുന്ന ആൾക്കാർ, അവർ നടക്കാൻ വരാൻ ഇച്ചിരി മടിയാണ്. അപ്പം ലൂക്കനെ കിട്ടിയാലേ പറ്റുള്ളൂ എനിക്ക്. പിന്നെ ഇതൊരു ഷോപ്പട്ടിക്കടയാണ്. ഇതുണ്ട വീണ്ടും ഒരു പഴയ റഷ്യൻ ബിൽഡിങ് നശിച്ച് നാണകതായിട്ട് കിടക്കണുണ്ടോ. എൻ്റെ വർത്താനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടണ്ടോ എന്തോ, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു കൂട്ടണു. എനിക്കറിയാവുന്ന രീതിയിലാട്ടോ ഞാൻ പറയണേ. നിങ്ങൾ എങ്ങനെ അത് എടുക്കണമെന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. നിങ്ങൾ ചോദിക്കേണ്ടത് ഈ പെണ്ണെന്തൊക്കെയാ പറയണമെന്ന് വിചാരിക്കണ്ടോ. ഓയില് കട. ഇതൊരു വർക്ക്ഷോപ്പാണ്. ഭയങ്കര തിരക്കാണ് ബാക്കിയുള്ള ദിവസങ്ങളിൽ നിന്ന്. സൺഡേ ആയതുകൊണ്ട് ഹോളിഡേ ആണ്. അപ്പം നമ്മുടെ വീടിന് അങ്ങോട്ട് ഇവിടെ ഒരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ അവിടെ കയറി നമ്മൾ. പിന്നെ അവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട്, പിള്ളേരൊക്കെ കളിക്കണേ. അപ്പം അതൊക്കെ തന്നെയേ ഉള്ളൂ. പിന്നെ വേറെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ സിറ്റി. ആകെ ഒരു 5-6 കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ സിറ്റിയിൽ നിന്ന് പറയാൻ വേണ്ടിയിട്ട്. ശരി എന്നാൽ അപ്പം എല്ലാം പറഞ്ഞതുപോലെ, വീണ്ടും കുറേ പ്രാവശ്യമായി പറയണം എല്ലാം പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണേ. അപ്പം എല്ലാം പറഞ്ഞതുപോലെ ഇത് നമ്മുടെ വെള്ളത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ട വെള്ളം സപ്ലൈ ചെയ്യണ കമ്പനി. ഇത് ഡ്യൂട്ടി ഫ്രീയുടെ ഇതാണ്, ഗോഡൗൺ ആണ് ഇത്. നമ്മുടെ ജംഗ്ഷനിലെ കുറച്ച് കടകളാട്ടോ ഇതൊക്കെ.
കുറേ പണ്ടൊക്കെ ഇവിടെ എല്ലാ കടകളും നേരത്തെയൊക്കെ ഓപ്പൺ ആയിരുന്നു. ഇപ്പോൾ ഒരുമാതിരി കടകളൊക്കെ പൂട്ടിപ്പോയി. വേറെ ഒന്നുമില്ല, എല്ലാവരും തന്നെ യൂറോപ്പിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിന്നേ. ആൾക്കാരും ഇല്ലെന്നേ, അതാണ് പ്രശ്നം. ഇവിടുത്തെ ലോക്കൽ ബസ്സാണ്, വലിയ ബസ്. അതുണ്ട് അപ്പുറത്തേക്ക് അറ്റത്തേക്ക് നിങ്ങൾക്ക് കാണാവോ, അതൊക്കെ റഷ്യയുടെ കാലത്തുള്ള ബിൽഡിങ്ങാണ്. പക്ഷേ ആൾക്കാർ പറയണ എർത്തുക്കൊക്കെ ഉണ്ട്, അപ്പോൾ ആ ബിൽഡിങ്ങൊന്നും അനങ്ങില്ല. ഇപ്പോൾ പറഞ്ഞ ബിൽഡിങ്ങുകളൊക്കെയാണ് കുലുങ്ങണതും ഒക്കെ. അവിടെയുള്ളവരൊന്നും അറിയില്ല എന്നാണ് പറയണത്. ഇതൊക്കെ പഴയ റഷ്യയുടെ കാലത്തുള്ള ബിൽഡിംഗ് കേട്ടോ. എൻ്റെ അടുത്തൊരു ബസ് സ്റ്റോപ്പ് എല്ലാം. ഇനി നമ്മുടെ അങ്ങോട്ടുള്ള വഴിയിലേക്ക് തിരിഞ്ഞു. ഈ ജംഗ്ഷനിൽ എല്ലാം തന്നെ ഉണ്ട്. വരാമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിലേക്ക്, പിന്നെ മാർക്കറ്റിൽ പോയാൽ ഞായറാഴ്ചക്ക് പോയാൽ ഫ്രഷ് കിട്ടും എല്ലാ സാധനവും. പച്ചക്കറി ആണെങ്കിലും മീനാണെങ്കിലും. ഞാൻ ചിക്കൻ മാത്രം ഒന്നും വാങ്ങിയില്ല, അങ്ങനെ എനിക്ക് നാടൻ കോഴി കിട്ടണമെന്നുണ്ടായിരുന്നു. പക്ഷേ സാധാരണ വരേണ്ടതായിരുന്നു, എന്തോ നാടൻ കോഴി ഒന്നും ആരും കൊണ്ടുവന്നിട്ടില്ല. ഇനി കുറച്ച് കഴിഞ്ഞാൽ കൊണ്ടുവരികയും ഇനി കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് പോകാൻ വയ്യ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ഈ റോട്ടിൽ കൂടിയാണ് നടന്ന് എന്താണെന്നാ മഴയത്ത് പോയത്. ഈ റോഡാണ് ഞാൻ നടന്നു പോയ ആ റോഡ്, മനസ്സിലായോ? അപ്പം ഇത് കൂടി കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ വഴിയിലേക്ക് തിരിഞ്ഞു. അപ്പം ഇനി എല്ലാം ഇത് ഇനി പറയണില്ല. അപ്പം ശരി, എല്ലാം പറഞ്ഞ പോലെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.